ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ, എസ്പെഷ്യലി നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റിൽ ബീഡ് ബ്രേസ്ലെറ്റ്സ് കണ്ടിട്ടില്ലേ? അതുപോലെ മാലസ് കണ്ടിട്ടില്ലേ? ഇതെല്ലാം നോർമൽ ബീഡ്സ് അല്ല, ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ സ്റ്റോൺസും ക്രിസ്റ്റൽസും ആണ്. ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബ്ലാക്ക് ഒബ്സിഡിയൻ, ടൈഗർ ഐ അല്ലെങ്കിൽ നമ്മുടെ ഹേമറ്റൈറ്റ്, ഇങ്ങനത്തെ സ്റ്റോൺസ് നമുക്ക് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാമെന്ന്. പ്രൊട്ടക്ഷന് മാത്രമല്ല സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത്, ചില സ്റ്റോൺസൊക്കെ നമുക്ക് അട്രാക്ഷന് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര വരെ ചിലപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റും, നല്ല നല്ല ഒറിജിനൽ സ്റ്റോൺ ആണെങ്കിൽ. അതേപോലെ നമ്മുടെ റിലേഷൻഷിപ്പിലുണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ ഈ സ്റ്റോണൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആ സ്റ്റോണിൻ്റെ പേരാണ് പിങ്ക് കോഡ്സ്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, അറിയാൻ പാടില്ലാത്തവർക്കാണ്. എങ്ങനെ ഒരു സ്റ്റോൺ ഉണ്ട് പിങ്ക് കോഡ്സ്. വലിയ റേറ്റ് ഒന്നുമില്ല, ഒരു 10-300-400 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ നോർമൽ ക്വാളിറ്റീസ് കിട്ടും. പക്ഷേ ഞാൻ ഒരിക്കലും പിങ്ക് കോഡ്സ് നോർമൽ ക്വാളിറ്റി സ്റ്റോൺസ് പ്രിഫർ ചെയ്യില്ല. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ പയ്യെ ഫെയ്ഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. ഫെയ്ഡ് ഔട്ട് ചെയ്തിട്ട് ഒരു പേളിഷ് വൈറ്റിലോട്ട് പോകും, മിൽക്കി വൈറ്റോ അങ്ങനത്തെ ഒരു കളറിലോട്ട് പോകും. എപ്പോഴും നമ്മൾ AAA ക്വാളിറ്റി ഉള്ള സാധനം പ്രിഫർ ചെയ്യുക. നല്ല സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് നല്ല സാധനങ്ങൾ പ്രിഫർ ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്തിടുക. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ചിലരൊക്കെ, ഈ സ്റ്റോൺസ് നമുക്ക് എങ്ങനെ ഒറിജിനൽ ആണെന്ന് അറിയാൻ പറ്റുന്നു. ഈ സ്റ്റോൺസ് ഒറിജിനൽ ആണെന്ന് അറിയാൻ പറ്റുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. സാധാരണ ഗ്ലാസ് ബീഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടില്ല. പക്ഷേ ഒറിജിനൽ സ്റ്റോൺസോ ക്രിസ്റ്റൽ സ്റ്റോണോ എടുക്കണമെങ്കിൽ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. ചിലരുടെ കയ്യിൽ ഈ സ്റ്റോൺസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റ് ചെയ്യും ഈ സ്റ്റോൺസിൻ്റെ വൈബ്രേഷൻ കൊണ്ട്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, ചിലർക്ക് കിട്ടും. നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം, പിങ്ക് കോഡ്സ്. ഈ പിങ്ക് കോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന ഒരു തരം സ്റ്റോൺ തന്നെയാണ്. ഒരു ക്രിസ്റ്റലാണ് ബേസിക്കലി. നമ്മുടെ ഇത് കണ്ടിട്ടില്ലേ, എല്ലാവരെയും കഴുത്തിൽ കിടക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടോ, നമ്മുടെ സ്ഫടികം. അതിൻ്റെ ഒരു വകഭേദങ്ങളിലൊന്നാണ് ഈ പിങ്ക് കോഡ്സ്. ഈ പിങ്ക് കോഡ്സ് പേര് പറയുന്ന പോലെ പിങ്കാണ് കളറ്. അതേപോലെ ഈ സ്റ്റോണിൻ്റെ ബേസിക് യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേസിക് ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് സ്റ്റോൺ ആണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാക്കാം. അതേപോലെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിലുണ്ടാവുന്ന അല്ലറ ചില്ലറ പ്രോബ്ലംസ് ഉണ്ടാക്കില്ല, പ്രശ്നങ്ങളുണ്ടാവില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഭയങ്കരമായിട്ട് മാറാൻ തുടങ്ങും. നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ലവ് എനർജി ഉണ്ടാവും നമ്മുടെ ബോഡിയുടെ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോൺസിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്തുതരാം കുറച്ച് പേർക്ക്. പിന്നെ ഈ സ്റ്റോൺ സെലക്ഷൻസ്, അത് ഒരു ക്രൂഷ്യൽ ഫാക്ടറുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് നമ്മുടെ സ്റ്റോൺ സെലക്ഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ കറച്ച് കാര്യങ്ങളൊക്കെ കൂടി നോക്കിയിട്ടാണ് സ്റ്റോൺ സെലക്ഷൻ. എല്ലാവർക്കും സ്റ്റോൺസ് ഇടാം, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വലിയ സൈസുള്ള സ്റ്റോൺസ് ഇടാനാണ്. കാരണം എന്നാലേ അതിൻ്റെ പവർ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതേപോലെ സ്റ്റോൺസ് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് DM ചെയ്യുകയോ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.